ഇറങ്ങിക്കോ. ഇവിടെ ആരും കാണില്ലല്ലോ റോഷ. അവരോട് നിൽക്കാന്നല്ലോ പറഞ്ഞത്. ആര്? നമ്മുടെ മൈക്കിളച്ചായനെ. നീ എന്തിനാ ടെൻഷൻ അടിക്കണേ? നീ അതിവരൊന്ന് വിളിച്ചു നോക്ക്. എനിക്കെന്തോ പേടി തോന്നുന്നു. ഫോൺ സ്വിച്ച് ഓൺ ആക്കിയ നിൻ്റെ അപ്പൻ പോലീസ് ഫോൺ ട്രേസ് ചെയ്തിങ്ങെത്തും. വെറുതെ നമ്മളായിട്ട് പ്രശ്നം ഉണ്ടാക്കണോ? വെറുതെ ഓരോന്ന് ആലോചിച്ചുകൂട്ടണ്ട. ഞാനല്ലേ കൂടെ. അതെ അവിടെ നിൽക്കണടാ. എന്താ അവരെങ്ങ് എത്തിയല്ലോ. കുറേ നേരം ഇവിടെ നിങ്ങൾ എത്തിട്ടെ. ഇല്ല ചായ, ഇതേ ഇപ്പോൾ വന്നേ ഉള്ളൂ. കൊച്ചിൻ്റെ കാര്യം ഇവനെല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊന്നും ആലോചിച്ച് പേടിക്കണ്ട. നാളെ രജിസ്റ്റർ ചെയ്യുന്ന കാര്യം വരെ ഞങ്ങൾ ഏറ്റുണ്ട്. നിങ്ങളങ്ങ് എത്തിയത് ആർക്കും അറിയില്ലല്ലോ അല്ലേ? ഇല്ല മുരുകണ്ണ, ഇവളുടെ അടുത്ത ഫ്രണ്ട്സിനോട് പോലും പറഞ്ഞിട്ടില്ല. വണ്ടി ഇവിടെ ഇരിക്കട്ടെ, കുറച്ച് നടക്കാനുണ്ട്. ആ ചാവി എടുത്തോ, അങ്ങോട്ട് പോയാൽ മതി. ആ കാണുന്ന സ്ഥലമൊക്കെ നമ്മുടെയാ, ഇത് നമ്മുടെയാ. ഇങ്ങ് വാ, അങ്ങോട്ട് പോകാനുണ്ട്, കുറച്ച് പോകാനുണ്ട്. ഒന്നും വേണ്ടെന്ന് തോന്നുക. നീ നിർബന്ധിച്ചോണ്ട്, അല്ലെ ഞാൻ പപ്പനെ പറഞ്ഞ് എങ്ങനെയും സമ്മതിപ്പിച്ചേനെ. നിന്റെ അപ്പൻ ഭീഷണിപ്പെടുത്തിയപ്പോൾ നിന്നെ നഷ്ടപ്പെടുമെന്ന് ഓർത്തിട്ടല്ലേ. നിങ്ങൾ പേടിക്കണ്ട പിള്ളേരെ, വാ. നാളെയും കൂടി കഴിഞ്ഞാൽ നമ്മൾ സേഫാ. വാ. വാ, ഇതാ സ്ഥലം, അച്ഛനകത്തുണ്ടാവും. വാ, വലിയ വീടാലോ. കേറി വാ. ആ പീറ്റർ വിളിക്കടാ. അച്ചായോ, അച്ചായോ. പീറ്ററാണോ പറഞ്ഞേ? ഞാനൊന്ന് മുങ്ങാൻ പോയതാ. പീറ്ററേ, അതാ ഞാൻ പറഞ്ഞ പിള്ളേരെ. മുരുക, പിള്ളേർക്ക് നീ മുറിയൊന്ന് കാണിച്ചു കൊടുക്ക. കയറുവാ, മുകളിലാ മുറി. റോഷ, സന സൂക്ഷിച്ച്. അവിടെയാ. ശരിയണ്ണ. എനിക്ക് എന്തോ ഇവിടെ വല്ലാത്തൊരു പേടിയാവുന്നു. എന്തിന്? നീ ഒന്നും ഓർത്ത് സങ്കടപ്പെടണ്ട. ഈ ഒരു രാത്രിയുടെ കാര്യമല്ലേ ഉള്ളൂ. നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ അല്ലാതെ വേറെ എവിടെയും സേഫ് അല്ല, അതുകൊണ്ടല്ലേ. പിന്നെ ഞാനല്ലേ നിൻ്റെ കൂടെ.
നീ ഇങ്ങ് വന്നേ. എന്താ പോരാട്ടോ. എന്തായിരുന്നു ഇവിടെ അകത്ത് പരിപാടി? ഒന്നുമില്ലായിരുന്നു കേട്ടോ, ഒന്നുമില്ലായിരുന്നു. ഒന്നുമില്ലല്ലേ? ഈ വക പരിപാടി നടക്കാമെന്ന് പറഞ്ഞല്ലോ എന്നോട്. പീറ്ററേ, ഇവൻ നമ്മുടെ പയ്യനല്ലേ? ഇത് റോഷ, റോഷ, കതക് തുറക്ക് റോഷ, 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 റോഷ്. റോഷൻ, റോഷ. റോഷനോ? എടി കൊച്ചേ, നിന്നെ ഇവിടെ കൊണ്ടുത്തന്നെ ചുമതലയെ അവനുള്ളൂ. അതിന് വേണ്ടത് അവന് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്, അല്ലടാ? മാറ്, മാറ്. എങ്ങോട്ടോടെ നീ ഓടുന്നത്? വിടാനാ പറഞ്ഞു. നിനക്കൊക്കെ വേദനിച്ചാലേ നിന്റെ അപ്പനൊന്ന് ഒതുങ്ങും. പ്ലീസ് എന്നെ വിട്, വിട് പ്ലീസ്. നിന്റെ അപ്പനും ആ സിഐയും കൂടി ഞങ്ങളൊന്ന് ഉണ്ടാക്കാൻ നോക്കിയതാ. ആ സിഐക്ക് വേണ്ടത് കൊടുത്തപ്പോ അവനൊന്ന് ഒതുങ്ങി. പക്ഷെ നിന്റെ അപ്പൻ ഞങ്ങളെ പിടിച്ചാ തീരോളൂ എന്നുള്ള വാശിയില. പ്ലീസ് എന്നെ വിട്. ആ സിഐയുടെ മകളെയും ഇതുപോലെ എത്തിച്ച് ഞങ്ങൾ തീർത്തതാടി. പ്ലീസ്. നിന്റെ അപ്പനെ എങ്ങനെ ഒതുക്കണമെന്ന് ഞങ്ങൾക്കറിയാം. ഇതങ്ങനെയൊന്നും ചാവത്തില്ലടാ, നീ വാ. ചെറുക്കനെ അങ്ങ് ഉറങ്ങിയില്ലേ? ആ പെണ്ണെന്തേ? നീ ആ മുറി പോയി നോക്കടാ, അവക്ക് ബോധം വന്നു. മുരുക, അവളെ വീട് വിട്ട് പോയിട്ടില്ല, നോക്കടാ മുരുക.
ഹലോ ഹലോ അച്ഛ മോളെ മോളെ നീ എവിടെയാ? അച്ഛ എന്താ മോളെ എന്താ പറ്റിയത് നിനക്ക്? സോറി അച്ഛ, എവിടെയാ നീ പറ. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. അതൊന്നും പ്രശ്നമല്ല മോള് ധൈര്യമായിട്ടിരിക്കുക. മോളെ എവിടെയാ? എവിടെയെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്കിവിടെ നിന്ന് അറിയത്തില്ല. എന്റെ മോളെ ഒന്നുകൂടി പേടിക്കണ്ട. അച്ഛൻ എങ്ങനെയെങ്കിലും അവിടെ എത്താം.